ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് തായ്ലാൻഡ് ഡേ 3 പാർട്ട് 3യുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും തായ്ലാൻഡ് സീരീസ് എപ്പിസോഡ് നമ്പർ 9ലേക്ക് സ്വാഗതം. ഗായ്സ്, ഇനി നമ്മൾ ക്രൂസ് ഷിപ്പിൽ കയറാൻ പോവാണ്. പിന്നെ ഈ ട്രീനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് ജപ്പാനിൽ കൂടുതൽ കാണപ്പെടുന്ന ചെറി ബ്ലോസം ട്രീ, ഓൾസോ നോൺ ആസ് സാക്കുറ ട്രീ എന്നും പറയും. അപ്പം നല്ല രസം കിട്ടും, മൊത്തം വൈബ് ഫുള്ള് നല്ല രസമുണ്ട്. കയറിപ്പോയ എൻട്രൻസ് മറക്കും. ഇത് ഫേക്കാണോ റിയലാണോ ഗൈസ്? നോക്കട്ടെ. അത് ശരി ഗൈസ്, ഇത് ഫേക്കാണ് ഗൈസ്, നമ്മൾ പറ്റിക്കപ്പെട്ടു. ഇതൊന്നും മാളാണെന്നാ തോന്നുന്നു കേട്ടോ. മുകളിൽ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. മാള് തന്നെയാണെന്നാ തോന്നുന്നു. വലിയൊരു മരം ഈ മോളിൻ്റെ നടുവ് കൂടെ വളർന്നിട്ടുണ്ട്. അയ്യോ, എന്നെയും കൂടെ കാത്ത് കയറി പോയി. പിന്നെ അത് ഞാൻ പറയാൻ മറന്നുപോയി. ഈ ചൈനീസുകാർക്ക് നമ്മളെ പോലെ ന്യൂ ഇയർ ഡിസംബറിനല്ല. ചൈനീസ് ന്യൂ ഇയർ എന്ന് പറയുന്നത് ജനുവരി 17 തൊട്ടിട്ട് 29 വരെയാണ് ഈ കൊല്ലം. അങ്ങനെ നീണ്ടു കിടക്കുന്നതാണ് ചൈനീസ് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ നടന്നതാ. ഈ മോളുടെ ഉള്ളിൽ കൂടെ കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോണേ. ബോട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അവിടെ ഒരു ചെറിയ ഡാൻസ് ഉണ്ടാവും. ശേഷം നമ്മൾ ഡിന്നർ കഴിക്കും. സുഹൃത്തുക്കളെ, ഇവിടെ കുറേ ഡ്രസ്സസ് സെയിലിനുണ്ട്. ഇങ്ങനത്തെ കുറേ ഗ്രൂപ്പ്സിനെ നമുക്ക് കാണാം. കാരണം അവരുടെ പാക്കേജിലും ഇതൊക്കെ ഉണ്ടാവും. ഗൈഡുമായിട്ട് വരുന്നുണ്ടാവും. വേഗം നടന്ന് അവിടെ എത്തണം. മൈക്കോട് സുഹൃത്തുക്കളെ, ഇവിടെ ഒരു മിനി കൂപ്പർ നിർത്തിയിട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. മിനി കൂപ്പർ അത്രയ്ക്കും സ്മോളായിരുന്നു. ഞാൻ വിചാരിച്ചു അത്യാവശ്യം സൈസ് ഉണ്ടാവുന്നു. സീന് കളറ്. അങ്ങനെ സമയമായപ്പോൾ ഞങ്ങൾ തിരിച്ച് ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. ടെർമിനൽ 21 ആണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഫുള്ള് കളർഫുള്ളാണ്. അതായത് ഈ പൂമ്പാറ്റകളൊക്കെ കണ്ടോ, എന്ത് രസമാണ്. അതിൻ്റെ താഴെ പൂവുകൾ പോലെ ലൈറ്റ് ബൾബ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ലൈറ്റ് ഉണ്ട്. പിന്നെ ഈ ടെർമിനൽ ബിൽഡിംഗ് കണ്ടോ, ഫുള്ള് ലൈറ്റ് കത്തിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് അവിടെ. അവിടെ വലിയൊരു ലൈനുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ക്രൂയിസ് ഷിപ്പ് എത്തിയിരിക്കുകയാണ്. ചാവ് പ്രയ പ്രിൻസസ് 4 ക്രൂയിസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്രൂയിസ് ഇങ്ങനെ മെല്ലെ കരയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടാതെ ഈ ക്രൂയിസിൻ്റെ തൊട്ട് സൈഡിൽ ആ ഒരു ബ്രിഡ്ജ് കണ്ടോ, കളർഫുള്ളായിട്ടുള്ള ബ്രിഡ്ജ്. അതിൻ്റെ അടുത്ത് കൂടെ നമ്മൾ ഈ ക്രൂസിൽ പോകുമ്പോൾ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ക്രൂയിസ് ഇവിടെ എത്തിയിട്ടുണ്ട്. We are boarding the Chao Phraya Princess 4. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ബ്രിഡ്ജ് കടന്നാൽ നമ്മളെ കാത്തു നിൽക്കുന്നത് ഒരു വണ്ടർഫുൾ വ്യൂവുമായിട്ട്, ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസുമായിട്ട്, വണ്ടർഫുൾ ഫുഡുമായിട്ട് നമ്മളെ കാത്തു നിൽക്കുന്ന ചാവ് പ്രയ പ്രിൻസസ് ക്രൂയിസ് ഷിപ്പാണ് സുഹൃത്തുക്കൾ. Pick the table.
എന്താ തുടക്കത്തിൽ തന്നെ ഭക്ഷണം അറിയില്ല. അപ്പോൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് യെല്ലോ റൈസ് ഉണ്ട്, പിന്നെ സാധാ പ്ലെയിൻ വൈറ്റ് റൈസ് ഉണ്ട്. അതിന് രണ്ടിൻ്റെയും കൂടെ കൂട്ടാൻ നമുക്ക് ഗോബി മട്ടർ ഉണ്ട്, കൂടാതെ പനീർ മസാലയുണ്ട്, പിന്നെ ക്രഞ്ചി പപ്പടം, റൈത്ത, സോസസ്, വെജിറ്റബിൾസ്, ഇതൊക്കെ സാലഡ് ബാറിൽ പെടുന്നതാണ്. അടുത്ത വിഭവം എന്ന് പറഞ്ഞാൽ സമൂസയാണ്. സമൂസ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൊക്കോടയാണ്. പിന്നെ നമുക്ക് സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ട്, പിന്നെ സ്പൈസി ഷ്രിംപ് സൂപ്പ് ഉണ്ട്, അതായത് ടോമിയം സൂപ്പ് എന്ന് ഇവർ പറയും. പിന്നെ ബിരിയാണി ഉണ്ട്. ബിരിയാണി കഴിഞ്ഞാൽ നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ട്, പിന്നെ സ്പൈസി ചിക്കൻ കറിയും, പ്രോൺ കറക് മസാല, ഇത് ഞാൻ കഴിച്ച് നോക്കിയിരുന്നു, കുഴപ്പമില്ലായിരുന്നു കേട്ടോ ടേസ്റ്റ്. പിന്നെ കടായി ചിക്കനുമാണുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്, വാട്ടർ മെലൺ, ഇതെന്തെങ്കിലും ഷമാമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കോഫി, ടീ, അതൊക്കെ കുടിക്കാം. പിന്നെ നമുക്ക് ഇറ്റാലിയൻ രീതിയിലുള്ള ഒരു പാസ്ത കാണാം അവിടെ. പിന്നെ ഫിഷ് കറി ഉണ്ട്. ഫിഷ് കറി കഴിഞ്ഞിട്ട് ഡീപ്പ് ഫ്രൈഡ് ഷ്രിമ്പ് ഉണ്ട് കേട്ടോ, ഷ്രിമ്പ് ഉണ്ട്, അതിൻ്റെ കൂടെ ഡിപ്പും ഉണ്ട് കേട്ടോ. പിന്നെ സ്പഗറ്റീൻ്റെ സോസും ഉണ്ട്. പിന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ചിക്കൻ, തന്തൂർ ചിക്കനും ബിരിയാണിയുമാണ്. പിന്നെ സ്വീറ്റ് കോൺ സൂപ്പും ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ സോസും തന്നിട്ടുണ്ട് അവർ. പിന്നെ ഒരു പൊട്ടാറ്റോ ചാട്ടും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വെജിറ്റബിൾസ് ഒക്കെ കൂട്ടിയിട്ടൊരു സാലഡാണ്. പിന്നെ നമുക്ക് നാനുണ്ട്, റൊട്ടിയിലേക്ക് വരുമ്പോൾ നാനുണ്ട്. പിന്നെ കറി ദാൽ തടുക്ക ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ക്രൂയിസത്തെ ഡിന്നർ. ആദ്യം ഞാൻ എടുത്തത് ബിരിയാണി, തന്തൂർ ചിക്കൻ, പ്രോൺസ് കറാഹിയും പിന്നെ പ്രോൺസ് ഡീപ്പ് ഫ്രൈഡും ആണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ. രണ്ടാമത് ഞാൻ എടുത്തത് കുറച്ചും കൂടെ ഫോറിൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്പഗറ്റി എടുത്തു, പിന്നെ പാസ്ത എടുത്തു, പിന്നെ ഫ്രഞ്ച് ഫ്രൈസും എടുത്തു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഐസ്ക്രീം ഉണ്ടായിരുന്നു അവിടെ, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ആയിരുന്നു. കൂടെ നമുക്കൊരു കേക്കും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്കും ഐസ്ക്രീമും ഞാൻ കൂട്ടി കഴിച്ചു. ഗൈസ്, ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ വണ്ടർഫുൾ വ്യൂസ് കാണാൻ കഴിയും. കൂടാതെ ഇവിടെ ഒരു ഡാൻസ് ഫ്ലോർ ഉണ്ട്. അവിടുത്തെ DJ നമുക്ക് പറയുന്ന പാട്ട് വെച്ച് തരും. ഇവിടെ ഈ ക്രൂസിൽ ഇന്ത്യൻസ് തന്നെയാണ് കേട്ടോ കൂടുതലും. ആകെ ഞാൻ കുറച്ച് ആൾക്കാരെ ഫോറിനേഴ്സിനെ കണ്ടുള്ളൂ. ഇന്ത്യൻസ് തന്നെയാണ് കൂടുതലും. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രൂസിൽ ഈ വണ്ടർഫുൾ വ്യൂവും ആയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഡാൻസൊക്കെ കളിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഭക്ഷണം കഴിച്ചത് കൊണ്ട് തന്നെ എനിക്ക് വയറ് ഫുള്ളായതുകൊണ്ട് ചാടാൻ പോയിട്ട് നടക്കാൻ പോലും ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളെപ്പോലെ തന്നെ വേറെയും കുറേ ക്രൂയിസ് ഉണ്ട് കേട്ടോ. അതാ കണ്ടോ, ഇനിയും കുറേ ക്രൂയിസ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ ക്രൂയിസ് നമുക്ക് കാണാൻ കഴിയും ഇതിൽ പോകുമ്പോൾ. കണ്ടോ, ഇവരൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ക്രൂയിസിനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് വൈബിൽ പോവുക എല്ലാവരും.
ഇപ്പോൾ ആരും അവരുടെ ഡൈനിങ് ടേബിളിലല്ല കേട്ടോ, എല്ലാവരും ഇപ്പോൾ ഡാൻസ് കളിക്കാൻ പോയിരിക്കുകയാണ് ഡാൻസ് ഫ്ലോറിൽ. കൂടാതെ ഈ ക്രൂയിസ് 2 ഡെക്കുള്ള ക്രൂയിസാണ്. അതായത് താഴെയും സീറ്റുണ്ട്, മുകളിലും സീറ്റുണ്ട്. അപ്പോൾ താഴെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം, മുകളിലും ഇരിക്കാം വേണമെങ്കിൽ. അപ്പോൾ അവിടെ താഴെ വേറെ ഡാൻസ് ഫ്ലോർ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങളോട്, ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിനടുത്ത് കൂടെ നമ്മൾ പോകുന്നു. ആ ബ്രിഡ്ജാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രസാലയനെ കാണാൻ, അതെങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അല്ലേ, നമ്മുടെ ടെർമിനൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങൾ ടെർമിനലിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ വാനിന് വേണ്ടിയിട്ട് കാത്തു നിന്നു. പിന്നെ വാനിൽ കയറിയിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ കയറി റൂമിൽ ചെന്ന് കിടന്നുറങ്ങി. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ കൂടുതൽ ലെങ്ത് കൂട്ടുന്നില്ല, ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയും ഞാൻ തായ്ലാൻഡ് വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ സുഹൃത്തുക്കളെ, ബൈ. Your hands on mine, and put your lips on mine.